ശ്രീ മഹാഗണപതി ഭഗവാന്റെ പാർവതി നന്ദനനായ പരമശിവ പുത്രനായ ജഗന്മോഹന ശ്രീകൃഷ്ണ മഹാഗണപതി ഭഗവാന്റെ സന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ക്ഷേത്രം ശക്തി ഗണപതി ക്ഷേത്രം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ പത്മനാഭൻ്റെ അനന്തപുരിയിൽ പാളയം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് കണ്ണിമേറ മാർക്കറ്റിന് എതിർവശത്തായിട്ടാണ്. ഈ പാളയം എന്ന സ്ഥലത്തിന് വളരെയധികം പ്രാധാന്യവും പ്രത്യേകതയുമുണ്ട്. അതെന്താണെന്ന് നമുക്ക് അടുത്ത 2 കാഴ്ചകൾ കൂടി കണ്ടിട്ട് വിശദീകരിക്കാം. നിങ്ങൾ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനസമൂഹം ആരാധിക്കുന്ന ദേവാലയമാണ്. അതായത് മോസ്ക്, മുസ്ലിങ്ങളുടെ പള്ളി, അവർ ആരാധിക്കുന്ന ആരാധനാ കേന്ദ്രം. ഇനി നമുക്ക് ഒന്നുകൂടി കാണാനുണ്ട്. കാരുണികനായ ത്യാഗ ഉന്നതനായ ശ്രീ യേശുദേവന്റെ അനുയായികളുടെ ദേവാലയം, ക്രിസ്ത്യൻ പള്ളി. ഈ 3 ദേവാലയങ്ങളും ഒരു വൃത്തത്തിനുള്ളിൽ വരത്തക്ക വിധം, ഒരു വെളിപ്പാട് അകലമുള്ള വിധം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ എത്തുന്ന ആരാധകർ അവരവരുടെ ദേവാലയങ്ങളിൽ വളരെ സമാധാനത്തോടെ ആരാധന നടത്തുന്നു, സഹവർത്തിത്വത്തോടെ ജീവിക്കുന്നു. ഈ 3 മതങ്ങളിലൂടെ ലോകത്തിൻ്റെ ഏകദേശം ജനസംഖ്യ അതിൽ ഉൾപ്പെട്ട് കഴിയും. കുറച്ച് ഭാഗം മാത്രമേ നമുക്കിവിടെ കാണാൻ കഴിയാത്ത മറ്റു മതങ്ങളുള്ളൂ. അത് ഉൾപ്പെട്ട് കഴിയും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ 3 ആരാധനാലയങ്ങൾ ഇന്ന് കണ്ടു. പാളയത്തെ ശക്തി ഗണപതി ക്ഷേത്രം, തൊട്ടടുത്ത് അതേ മതിലിനോട് ചേർന്ന് മുസ്ലിം പള്ളി, ഒരു 10-15 ചൂടുകൾക്കപ്പുറം റോഡിന് മറുവശമായി ക്രിസ്ത്യൻ പള്ളി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രബലമായ 3 മതങ്ങൾ ഒരു വൃത്തത്തിനുള്ളിൽ വളരെ സൗഹാർദ്ദത്തോടെ പ്രാർത്ഥനകൾ നടത്തുകയും സമ്മേളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം ഇന്ന് ആവിർഭവിച്ചിരിക്കുന്ന മതങ്ങൾ തമ്മിൽ അതിശക്തമായ ഒരു മത്സരങ്ങൾ, യുദ്ധസമാനമായ അന്തരീക്ഷം, വർഗീയ ലഹളകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് വളരെ ചുരുക്കം പേരാണ് അതിൽ പങ്കെടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കുന്നത്, മതങ്ങളെ വിഭജിക്കുന്നത്. ഇവിടെ ശ്രീകുമാരൻ്റെ SK യൂണിവേഴ്സ് എന്ന എൻ്റെ ഈ ചാനലിലൂടെയും ശ്രീകൃഷ്ണ സഭ എന്ന എൻ്റെ മറ്റൊരു ചാനലിലൂടെയും ഞാൻ ശ്രമിക്കുന്നത് സർവ്വമതത്തിലെയും ദൈവങ്ങൾ ഒറ്റ ദൈവമാണെന്നും എല്ലാവർക്കും ഒരു മതമേ ആവശ്യമുള്ളൂ എന്നും തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ജനങ്ങളെ അതിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സമാധാനപൂർണമായ ജീവിതം മതത്തിൻ്റെ പേരിൽ തല്ലിത്തേർക്കാതെ പുലർത്താനായും, ഒപ്പം നമ്മുടെ വിശ്വാസങ്ങളിൽ കളയേണ്ടത്, പ്രക്ഷിപ്തമാക്കേണ്ടവ കളഞ്ഞുകൊണ്ട് കഴിയുന്നത്ര വിശ്വാസങ്ങളുടെ, ദൈവങ്ങളുടെ ശാസ്ത്രീയ സത്യങ്ങൾക്കുള്ള അന്വേഷണം നടത്തിക്കൊണ്ടും മുന്നേറാനുമാണ്. എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.